ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി മാമ്പഴ പുളിശ്ശേരിയാണ്. നമുക്ക് വിഷുവൊക്കെ വരികയാണല്ലോ, അപ്പോൾ കുക്കിങ്ങായിട്ട് നമുക്കിന്ന് മാമ്പഴ പുളിശ്ശേരി ചെയ്യാം. എല്ലാവരും വിഷുവൊക്കെ ആയിട്ട് വീട്ടിലിതെല്ലാം ഉണ്ടാക്കി നോക്കണം. ഓക്കെ, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ നമുക്ക് മാങ്ങയുടെ തോലിങ്ങനെ ചെത്തിക്കളയണം. തോല് ഫുള്ള് കളഞ്ഞിട്ട് ഒരു മാങ്ങയായിട്ട് അങ്ങനെ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ തോലെല്ലാം കളയാം. മാമ്പഴ പുളിശ്ശേരിക്ക് വേണ്ടത് നമുക്ക് ഉലുവ വേണം, പിന്നെ ജീരകം, കടുക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചുവന്ന മുളക്, കറിവേപ്പിലയും വറുത്തിടാനായിട്ടുള്ളത്, പിന്നെ തൈരും തേങ്ങ അരയ്ക്കാനുള്ളത്, പിന്നെ മാമ്പഴം. ഇത്രയും സാധനങ്ങളാണ് ആവശ്യം. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിൽ കുറച്ച് ശർക്കര പൊടി കൂടെ വേണ്ടതാണ്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. ശർക്കര പൊടി കൂടി ചേർത്തിട്ടാണ് മാങ്ങ നമ്മൾ വേവിക്കുന്നത്. മാങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ശർക്കരയും കൂടെ ചേർത്തിട്ടാണ് വേവിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ ശർക്കര പാനിയിലാണ് വേവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ശർക്കര പൊടി ഇട്ടിട്ട് മാങ്ങ ആദ്യം ഒന്ന് വേവിക്കുക. നല്ലപോലെ വേകണം. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഉലുവ നന്നായിട്ട് ചോക്കുന്നത് വരെ ചൂടാക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. നല്ലപോലെ ചോക്കനെ വറുത്തെടുക്കണം. നല്ലപോലെ വറുത്തിട്ട് മിക്സിയിൽ നമ്മൾ പൊടിച്ചിട്ട് ഈ കറിയിൽ ചേർത്താനായിട്ടുള്ളതാണ്. എല്ലാവരും വിഷു ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും പായസവും ചില സ്ഥലത്ത് വിഷുക്കഞ്ഞി ഉണ്ടാക്കും. ഓരോ സ്ഥലങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ വിഷുവിന് കഞ്ഞിയാണെങ്കിലും സദ്യയാണെങ്കിലും നിങ്ങളിതിൽ മാമ്പഴ പുളിശ്ശേരിയും കൂടെ അതിൽ ഉൾപ്പെടുത്തണം. എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉലുവ നല്ല ചോന്നിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കാം. ഇത് നമ്മൾ കറിയിലേക്ക് പൊടിച്ച് ചേർത്തുന്നതാണ്. മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചുകൂടി വേവാനുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ എല്ലാ സൈഡും നല്ലപോലെ വെന്ത് കിട്ടും. ഇതിൽ ശർക്കര മാത്രമേ ചേർത്തിയിട്ടുള്ളൂ. ഇനി ഇതിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്താനുണ്ട്. നെയ്യും കൂടെ ചേർത്തുന്നുണ്ട്. നെയ്യ് കൂടെ ചേർത്തിട്ടാണ് ഇതിൽ വേവിക്കുന്നത്. മാങ്ങ കുറച്ച് വലുതായതുകൊണ്ട് ഇത് കുറച്ച് വേവാൻ കുറച്ച് ടൈം എടുക്കും. ചെറിയ ചെറിയ മാങ്ങകളാണെങ്കിൽ, നല്ലപോലെ പഴുത്ത ചെറിയ മാങ്ങകളാണെങ്കിൽ എളുപ്പം വെന്ത് കിട്ടും. കുറച്ച് നമുക്ക് മിക്സിയിൽ തേങ്ങ അരയ്ക്കാനുള്ളത്, തേങ്ങയും ഒരു പച്ചമുളക് ഉണ്ട്, ഇതിൽ ഇട്ടിട്ടില്ല, നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയില്ല. ജീരകവും കൂടെ ചേർത്തി, 1 ടേബിൾ സ്പൂണോളം ജീരകവും അതിൻ്റെ കൂടെ തൈരും കൂടെ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. ഇതിൽ വെള്ളം ചേർത്തുന്നില്ല, അതിന് പകരമാണ് ഈ തേങ്ങയും ജീരകവും തൈരും ചേർത്തിട്ടാണ് മിക്സിയിൽ അരയ്ക്കുന്നത്. ശർക്കര മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത്. നമുക്ക് എത്ര മധുരം വേണോ അതിനനുസരിച്ച് ശർക്കര ചേർത്തി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഉപ്പുമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്തി കൊടുക്കുന്നുണ്ട്. അത് തീരെ വെള്ളമില്ലാതായി കഴിഞ്ഞാൽ അടിക്ക് പിടിക്കുമല്ലോ. ഇത് ചട്ടിയാണല്ലോ, മൺചട്ടി ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ അതിലെ മുളകും മഞ്ഞളിൻ്റെ ഉപ്പും എല്ലാം പിടിക്കണമല്ലോ മാങ്ങയിൽ. അതിന് വേണ്ടി നമുക്ക് അടച്ച് വയ്ക്കാം. അതുപോലെ തിളച്ച് നല്ല കുഴമ്പ് രൂപത്തിൽ അത് വേകണം. അതിൽ കൂടെ നെയ്യ് കൂടെ ചേർത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഇതിൽ നെയ്യ് കൂടി ഉൾപ്പെടുത്തും. പണ്ടത്തെ അതേ രീതിയിലാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. ഏകദേശം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ചേർത്തിയത്.
അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരുപാട് ഇളക്കാൻ പറ്റില്ലല്ലോ നമുക്കപ്പോൾ. ചട്ടി ഇങ്ങനെ ചുഴറ്റി കൊടുക്കുകയൊക്കെ ചെയ്യാം, വട്ടത്തിലിങ്ങനെ ചുഴറ്റി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മരത്തിൻ്റെ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ഇളക്കുകയാണ്. ഓക്കെ, ഇതിലേക്കിനി ഉലുവയുടെ മണം നല്ലപോലെ പിടിക്കാൻ വേണ്ടി ഒന്നുകൂടെ ഒന്ന് അടച്ച് വെക്കാം. അതിൽ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ തേങ്ങ അരച്ചതും ചേർത്തും ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഞാൻ അങ്ങനെ എളുപ്പത്തിന് എല്ലാം കൂടെ ഒന്നിച്ച് തിളക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ഒഴിച്ച് കൊടുത്തു. ഇതിൽ തൈരും തേങ്ങയും പച്ചമുളകും ജീരകവും കൂടെയാണ് അരച്ചിട്ടുള്ളത്. മുളക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിലും പച്ചമുളക് ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് അടച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് കുഴമ്പ് രൂപത്തിലായിട്ട് വരും. അതോടുകൂടി കറി നമുക്ക് റെഡിയാകും. അതായത് മാങ്ങ വെന്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഇത് ഈ അരപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി റെഡിയായി. ഇനി ഇതിലേക്ക് നെയ്യും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ചേർത്താൽ കുഴപ്പമില്ല. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയാണ് പൊട്ടിച്ചിടുന്നത്. ഉലുവ കുറച്ചിടുന്നവരുണ്ട്, ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ മണത്തിന് ഉലുവ വറുത്ത് പൊടിച്ചിട്ടല്ലോ, അതുകൊണ്ടാണ് ഇതിൽ ഉലുവ ചേർത്താൽ തരുന്നത്. ഇത് കടുക് പൊട്ടിയ ശേഷം ചുവന്ന മുളകും കറിവേപ്പിലയും അതിലിട്ടിട്ട് പൊട്ടിയ ശേഷം വറുത്തിടാം. നമ്മൾ കറിയിലേക്ക് വറുത്തിടാം. ഇതിലേക്ക് കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും വറുത്തിടുകയാണ്. ഇത് ഇളക്കി കൊടുത്ത ശേഷം കറി റെഡിയായി. ഇത് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മാമ്പഴ പുളിശ്ശേരി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. എന്നോടൊപ്പം സഹകരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പ്രത്യേകം താങ്ക്സ് അറിയിക്കുന്നു. ഈ വിഷു എല്ലാവരും സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക. പുളിശ്ശേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കണം. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ.